ഇന്ത്യയിലെ ആ സിനിമ ഏറ്റവും ഉണ്ടായിരുന്നു. ഇ- ഇന്ത്യയിലെ ഏറ്റവും അടിപൊളി വൈബായിട്ടുള്ള ഒരു സാധനമാണ്. പക്ഷെ അത് ഇടുക്കിയിൽ മാത്രമേ കിട്ടൂ. എടാ ലൈവ് ഇരുന്ന് ഇതൊക്കെ പറയുന്നത് ശരിയാണോ? രഞ്ജു ക്യാൻ യു സിംഗ്? ഓഫ് കോഴ്സ് മിസ്റ്റർ ഗോഡ്. ഇടുക്കി ഗോൾഡ് മൂവി എന്ന് പറയുന്നുണ്ട്. ഞാൻ ഇടുക്കി ഗോൾഡ് മൂവി കണ്ടപ്പോഴാണ് ഈ സാധനം എന്താണെന്ന് മനസ്സിലാക്കിയത്. നിങ്ങൾ തള്ളെന്ന് പറഞ്ഞാലും എന്തോന്ന് പറഞ്ഞാലും എനിക്ക് സാധനം ഒന്നും അറിയില്ലായിരുന്നു. ഓക്കെ, കാശിനാഥൻ ചിരിക്കുന്നുണ്ട്. ശ്യാം പറയുന്നുണ്ട് ജെറൻ ബ്രോ വാട്ട് ആർ യു പ്രിപ്പയറിങ് എന്ന് ചോദിക്കുന്നുണ്ട്. ശ്യാം ആക്ച്വലി ഇവൻ അങ്ങന്നുള്ള ശ്യാം വരെ പോയി പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ. ഞാൻ ഇതുവരെ പോയില്ല പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ. ഒന്ന് ആലോചിക്കും, 3 വട്ടം പോയി. 3 വട്ടം ദൈവം എന്നെ റിജക്ട് ചെയ്തു. ഞാൻ ഇനി പോരുന്നു. സോ ഒരു സോങ് ഫോർ ശ്യാം. മിക്സി ഇല്ലായിട്ടല്ലോ ഈ കിടന്ന് കുത്തുന്നത്. മിക്സി ഇല്ലായിട്ടല്ലോ. മിക്സി ഒക്കെ ഉണ്ട്, പക്ഷെ ഈ കുത്തുമ്പോ ആ കുത്തി അടിച്ച് ഉണ്ടാക്കുന്ന ഒരു ടേസ്റ്റ് മിക്സിയിൽ അരച്ചാൽ കിട്ടൂല. അതാണ് അതിന്റെ ഒരു ഇത്. അതെ അതെ. ഈ ഞാനൊരു കാര്യം പറയാം, ശ്യാമിന് ഏതെങ്കിലും റെക്കമെൻഡഡ് സോങ്സ് ഉണ്ടെങ്കിൽ പറയൂ കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ പാടിയ പാട്ടല്ലാതെ വേറെ ഒന്നും എനിക്ക് അറിയില്ല. ബിസ്നി ഗോഡ് പറയുന്നത് ഇന്ത്യയിലെ ബെസ്റ്റ് ഒന്നും അല്ല ജെറി എന്ന് പറയുന്നുണ്ട്. ഇന്ത്യയിലെ ബെസ്റ്റ് ഒന്നും അല്ലെന്ന്. ദൈവമേ, ഇവരൊക്കെ എക്സ്പീരിയൻസ്ഡ് പേഴ്സൺസ് ആണ്. കൊല്ലി ഞാൻ എല്ലാവരും ഡബിൾ ടാപ്പ് അടിച്ച് കയറുക ഗൈസ്. 13 പേര് വാച്ചിങ് ഉണ്ട്. ഒച്ച എണ്ണത്തിന് ഡബിൾ ടാപ്പ് അടിക്കാൻ താല്പര്യമില്ല. എല്ലാവരും ഒന്ന് അടിക്കും. ശത്രു ആണെങ്കിലും കുഴപ്പമില്ല, ഡബിൾ ടാപ്പ് അടിച്ചു. നിങ്ങൾക്ക് ഒരു നഷ്ടമില്ല. സച്ച് Guys, പറയുന്നുണ്ട് സ്ഥലം അപ്പൊ നമ്മൾ എറണാകുളം. സ്റ്റാർട്ട് ഞാൻ ചെയ്യണം. വർക്ക് ചെയ്യുന്നത് കള്ള് ഷാപ്പിലാണ്, അവിടുത്തെ കുക്കാണെന്ന്. ഓ വാവ് സൂപ്പർ. ആക്ച്വലി ജെറിനൊരു ഗ്യാപ്പ് കൊടുക്കുന്നില്ല ഞാനെന്നാണ് പരാതി. കമന്റ് വായിച്ചില്ലേ അവരെന്നെ വഴക്ക് പറയും. ജെറിൻ എന്നെ വഴക്ക് പറയും. ജെറിൻ വർക്ക് ചെയ്യൂ നീ. നമ്മുടെ ഫ്രീ ഗേൾസ് ചിങ്കു എന്തി? ചിങ്കു താഴെ ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ഹായ് എങ്കിലും ഒന്ന് ഇടണേ. ഇടുക്കി വൈബ് എന്ന് പറയുന്നുണ്ട്. കാശിനാഥൻ ശ്യാം യു ആ വിഷ് എൻജു എന്ന് പറയുന്നുണ്ട്. ഓഹോ, അങ്ങനെ പറയല്ലേ പക്ഷെ ശ്യാം. വേറൊരു കാര്യം എനിക്ക് എല്ലാവരോടും ഒരു ഉപദേശം തരാണ്ട്. അതൊന്നും നല്ലതല്ലല്ലോ മക്കളെ. അതിന്റെ എഫക്റ്റും കാര്യങ്ങളും അതിന്റെ കാര്യങ്ങളൊക്കെ വളരെ മോശമാണ്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ശരീരത്തിനെ നശിപ്പിക്കുന്ന കാര്യങ്ങളാണ്. സോ ലീവ് ഇറ്റ്. നമുക്കതൊന്നും വേണ്ട. പാട്ട് ശ്യാം പാടുക, മുത്തേ ഡാൻസ് പാടാൻ കളിക്കുക. പറയല്ലേ. ഞാൻ ഇതുവരെ ഇതൊന്നും ടേസ്റ്റ് ചെയ്തിട്ടില്ല ജെറിൻ, സീരിയസ്ലി. ഒരു മിനിറ്റ്, പാട്ട് പാടുക, ഡാൻസ് കളിക്കുക, ഗിറ്റാറൊക്കെ പഠിക്കുമ്പോൾ നല്ലൊരു വൈബാടാ. ഗിറ്റാർ ഉണ്ടല്ലോ, അത് പഠിച്ചു കഴിഞ്ഞാണ്ടല്ലോ നമ്മൾ ആ വൈബിൽ തന്നെ ആയിരിക്കും. വയലിൻ വയലിൻ അത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ലഹരി തന്നെ ആയിരിക്കും. സൂപ്പർ സോ അടിപൊളി. എല്ലാവരും ലീവ് ഇറ്റ് ബിക്കോസ് ഐ നോ. സോ ലീവ് ഇറ്റ് എവരിതിങ്. സ്മോക്കിംഗ് ആയാലും ശരി, കള്ളുകൂടി ആയാലും ശ്യാമുദ്ദേ ശരി, പാടാൻ എന്തായാലും ശരി. പറയില്ലെന്ന് പറയുന്നുണ്ട് അരക്കൽ പറയുന്നുണ്ട് അത് നിന്റെ 1/2 കിലോ ബീഫ് ഇതുവരെ ആയില്ലേ എന്ന് പറയുന്നുണ്ട്. 1/2 കിലോ ബീഫ് ഇതുവരെ ആയില്ലേന്ന്. ശത്രു ലൈക്ക് അടിക്കില്ല തലക്കടിക്കും എന്ന് പറയുന്നുണ്ട് കാശി. മിസ്റ്റർ ഗോഡ് പാടാൻ മാത്രം ആരും പറയില്ലേ എന്ന് ഇപ്പൊ പറയുന്നുണ്ട്. കുക്കറില് നല്ലതാണ്, ഓർഗാനിക് ആണെന്നൊക്കെ പറയുന്നുണ്ട്. ഓഹോ, നിനക്ക് അരിയാനൊക്കെ അറിയാവോടാ? അറക്കൽ ഇത് ആരാ പറയുന്നേ എന്ന് ചോദിക്കുന്നുണ്ട്. മിസ്റ്റർ ഗോഡ് കെമിക്കൽ യൂസ് ചെയ്യൽ ആരും എന്ന് പറയുന്നുണ്ട്. ചെയ്യല്ലേ ആരും എന്ന് പറഞ്ഞു. അറക്കൽ ഇടുക്കി അടിമയെന്ന് പറയുന്നുണ്ട്. ഓഹോ, അറക്കലേ വേണ്ട. കാശി പറഞ്ഞിട്ട് ഇടുക്കി മെസ്സേജ് അടിമയല്ലടാ വായിച്ചിട്ട് പറയട്ടോ. അറക്കൽ ഞാൻ എന്ന് വെയിറ്റ് ചെയ്യാണ്. പറയുന്നത്. സി പേഴ്സണലി ഐ ഡോണ്ട് പ്രിഫർ ഓൾ ദിസ് സ്റ്റഫ്സ്. നിങ്ങൾ പറയാറുള്ളൂ സ്റ്റഫ്സ്. യാ യാ. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് ഗൈസ് വിശേഷങ്ങൾ? നമുക്കൊരു പാട്ടായാലോ നമ്മുടെ ശ്യാമിന് വേണ്ടി? മിസ്റ്റർ ഗോഡ് ബാങ്ക്. ഒരു രഞ്ജു 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 ഒരു മിനിറ്റും. ഞാനിവിടെ കാര്യങ്ങൾ പറയല്ലോ. ഒരു മിനിറ്റ്, എനിക്കൊരു അവസരം ഉണ്ടാക്കും. ഞാനിവിടെ ഇപ്പൊ എല്ലാവരും ബീഫ് ഉണ്ടാക്കണ പറഞ്ഞു. പക്ഷെ ഞാനത് കാണിച്ചു കൊടുക്കുന്ന വെച്ചിട്ട് കമന്റ് ഒക്കെ എന്നിട്ട് വായിച്ചാൽ മതി എനിക്ക്. ഞാനിപ്പോ പോകും, ഒരു 2 മിനിറ്റ്. യു ക്യാരി ഓൺ ഗൈസ്. ഗൈസ്, ബീഫ് റെഡിയാണ്. ബീഫിലേക്ക് നമ്മൾ ഇട്ട സാധനങ്ങളൊക്കെ ഇതാണ്. എന്തൊക്കെയാണെന്ന് പറഞ്ഞില്ല, കാരണം വെച്ചാൽ എന്റെ മാസ്റ്റർ പീസ് നിങ്ങൾ കണ്ടുപിടിക്കുന്ന വെച്ചിട്ടാണ്, വേറെ ഒന്നല്ല. ഓക്കെ, ഇവിടെ വെളുത്തുള്ളി കുത്തിച്ചതച്ചുണ്ട്, കുരുമുളക് കുത്തിച്ചതച്ചുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മളത് ആഡ് ചെയ്യാൻ പോകണം. കുത്തി ചത ചതക്കണേ ഓക്കെ, ഗൈസ്. ആഡ് ചെയ്യാൻ പോകണം. ഇതൊന്നും നമ്മൾ ആഡ് ചെയ്ത് ഗൈസ്. കുരുമുളക് നമ്മളെ മാസ്റ്റർ പീസ് ആട്ടോ. ഹായ് സജുകുമാർ ചേട്ടാ, വെൽക്കം. നമ്മൾ കുരുമുളക് ഇട്ടിരിക്കുകയാണ് ഗൈസ്.